അർത്ഥം 5:41 നടപടി പുസ്തകം. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ പറഞ്ഞേ, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. വായിച്ചേ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ നമുക്ക് അപമാനം സഹിക്കണമെങ്കിൽ ആകപ്പാട് ഒരു പ്രൊവിഷന് ക്രിസ്ത്യാനിക്ക് അപമാനം സഹിക്കാൻ ഈ ലോകത്ത് കർത്താവ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ അപമാനം സഹിക്കണ വേറെ വല്ല കയ്യിരിപ്പ് കൊണ്ടാണ്, അതല്ല വിഷയം. ദൈവം അനുവദിച്ചു തന്നിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ അപമാനം സഹിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമം. കൈയിട്ടിച്ച് കർത്താവ്. അപ്പോൾ നമ്മൾ നാഥ നീ മതി എനിക്ക് ഈ മരി യാത്ര അതിൽ നിൻ കൃപ മതി എനിക്കെന്നല്ല നമ്മൾ പാടണത്. അവൻ്റെ സത്യം എന്താണ്? ഈ കൃപ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഈ 12:16 26 വായിച്ചത്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് വായിച്ചത്. ഒന്നുകൂടി വായിച്ചിട്ട് ഞാൻ തിരുത്താം. പറഞ്ഞേ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വായിച്ചേ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും. മനസ്സിലല്ലേ? അതായത് പിതാവ് ബഹുമാനിക്കും എന്ന് വെച്ചാൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ മഹത്വപ്പെടുത്തുമെന്ന് എൻ്റെ അർത്ഥം ഇല്ലേ? പിതാവ് മഹത്വപ്പെടുത്തും. പക്ഷെ മഹത്വം പ്രാപിക്കുന്നതിന് എന്ത് വേണം? പിതാവ് നമ്മളെ മഹത്വപ്പെടുത്തുന്നത് എന്ത് തന്നുകൊണ്ടാണ്? കൃപ തന്നുകൊണ്ടാണ്. പിടിയിടിയ അതാണ് ലൂക്ക യോഹന്നാന്റെ സുവിശേഷം 1:14 വായിച്ചേ. ശ്രുതികട്ടെ. യോഹന്നാൻ 1:14 വായിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഈ മഹത്വം പിതാവ് ബഹുമാനിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും, മഹത്വപ്പെടുത്തും. ഈ മഹത്വത്തിൻ്റെ കണ്ടന്റ് എന്താണ്? 2 കാര്യം. വെറുതെ മഹത്വം ഉണ്ടാകത്തില്ല, 2 കണ്ടന്റ് ഉണ്ട് അതിന്. എന്താണ്? കൃപയും സത്യവും. മനസ്സിലായേ? കൃപ എല്ലാ മതങ്ങളിലും കൃപയെക്കുറിച്ചുള്ള പ്രസാദം അങ്ങനെ പല ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ ബൈബിൾ പറയുമ്പോൾ കൃപയെ ചേർത്ത് പറയണത് സത്യം കൂടി ചേർത്ത് പറയും. അതാണ് വ്യത്യാസം. ബൈബിൾ അതിൻ്റെ കൂടെ സത്യം കൂടി ചേർത്ത് പറയും. കാര്യം നമുക്ക് ലഭിക്കുന്ന കൃപ അത് സത്യത്തിൽ അടിസ്ഥാനമായിരിക്കണം. കർത്താവിൻ്റെ സത്യമായ വചനം, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ നിറവേറ്റി കഴിയുമ്പോഴേ നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ. കൈയടിച്ച് കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൃപാറുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ല, ഗ്രാമർ അറിയത്തില്ലെന്ന് പറഞ്ഞാണ്. ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എനിക്ക് മെറിറ്റില്ലെന്നാണ് പറഞ്ഞത് അല്ലേ? എനിക്ക് മെറിറ്റില്ല, എൻ്റെ ബേസിക് ഇല്ല, ഇംഗ്ലീഷിൻ്റെ ബേസിക് ഇല്ലെന്നാണ്. ഇത് അവസാനിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? അതൊക്കെ മുമ്പ് ഈ പത്രം കൊണ്ടുപോകുമ്പോൾ ഈ ആൾക്കാരെ കളിയാക്കുമല്ലോ. അപ്പം അവരൊക്കെ കളിയാക്കുന്നെങ്കിലും ഇവിടെ കൊടുക്കും അത്. പക്ഷെ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെ സ്വന്തമായിട്ട് പറയുന്ന സംഭവമുണ്ട്. അതായത് ഞാൻ ആ സാക്ഷ്യം വരുമ്പോൾ എനിക്ക് നിങ്ങൾ കേൾക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്ര ടിക്കറ്റ് ഒരു 24 hours അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 88 പേരിലേക്ക് സാക്ഷ്യം ഇങ്ങനെ പറന്നു പോയതിൻ്റെ കാര്യം എന്താ? അതാണ് ഞാൻ അന്വേഷിച്ചത്.
അപ്പം അതിൻ്റെ വിഷയം വെച്ചാൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവളുടെ ഒരു പേഴ്സണൽ കോൺട്രിബ്യൂഷനുണ്ട്. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് പേഴ്സണൽ കോൺട്രിബ്യൂഷനിലാണ്. നമ്മളെന്ത് ചെയ്യണത്, ഞങ്ങൾ ഇവിടുന്ന് പറയണത് എങ്ങനെ കുറച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചിന്തിക്കണത്. മനസ്സിലായില്ലേ? പക്ഷേ ബൈബിളിൻ്റെ ഫോർമാറ്റ് അങ്ങനെ അല്ല. ഞങ്ങളിവിടുന്ന് പറയുന്നു, അപ്പം ഞങ്ങളിവിടുന്ന് പറയുന്നത് രോഗികളെ പോയി കാണണം, രോഗികളെ പോയി കാണണം. കാര്യം കർത്താവ് പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ ഇവൾ സർക്കാർ ആശുപത്രിയിൽ പോയി കണ്ടു, അതിൻ്റെ സാക്ഷിയൊക്കെ ഉണ്ട്. അത് എന്നെ സംഭവം വെച്ചാൽ, നമ്മൾ രോഗികളെ പോയി കാണണമെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഇളയം ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ഇളയമയെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അംഗീകരിക്കത്തില്ല. ഇളയം വേണമെന്നൊക്കെ അംഗീകരിക്കും, പക്ഷെ നീ കാണിച്ചതിൻ്റെ അകത്ത് കൃപ, ഇൻകമില്ല, വരുമാനമില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രതിഫലം ആരെങ്കിലും തന്നാൽ ആ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കൊടുത്താൽ അവിടുന്ന് വരുമാനം ഇല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 5:46 മത്തായിയുടെ സുവിശേഷം വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, പറഞ്ഞ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? വട്ടപൂജ്യം. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അതായത് ഇപ്പം നമ്മളൊരാളിന് ഒരു 100 രൂപ കൊടുക്കണം, നാട്ടിലല്ലേ, അകല. എന്നിട്ട് നമ്മൾ ഒരു ഡയലോഗ് ഫിറ്റ് ചെയ്യും, ദൈവവചനം പറയത്തില്ല, നമ്മൾ മാനുഷിക വചനം പറയും. അത് അകലത്തെ ബന്ധുവിനേക്കാൾ അടുത്ത കിടക്കുന്ന ശത്രുവാണ് നല്ലത്, അല്ലേ? എന്താണ് പറയണത്? അയൽവാസിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കാശന ഡയലോഗാണ്. എന്താണ്? അകലെ കിടക്കണ കാനഡയിലും അമേരിക്കയിലും കിടക്കണ ബന്ധുവിനേക്കാളും അടുത്ത് കിടക്കുന്ന ശത്രുവാണ് നല്ലത്. ഇത് ദൈവവചനം വല്ലതുമാണോ? നമ്മുടെ കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ഉടായ്പ പരിപാടികളാണത്. ഇതൊന്നും, അതായത് ക്രിസ്ത്യാനി ഇതൊന്നും പറയാൻ ബാധ്യസ്ഥരല്ല. നിങ്ങൾ പരസ്പരം കാണുമ്പോഴേ കർത്താവിൻ്റെ വചനം പറഞ്ഞ് പരസ്പരം അഭിവാദനം ചെയ്യാൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പൗരസപ്പോസിന്റെ വാക്കാണ്, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ പരസ്പരം സങ്കീർത്തനങ്ങൾ പറഞ്ഞ് പരസ്പരം അഭിവാദനം ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൃപയിലും മഹത്വം നിറയുമ്പോൾ നമുക്കറിയാതെ വചനങ്ങൾ പറയണം. കാര്യം നിങ്ങളോട് ഇപ്പം തന്നെ കർത്താവ് എന്തുമാത്രം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ വചനത്തോടൊരു ആഭിമുഖ്യം കാണുമ്പോൾ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വചനം ചെയ്യുന്ന സംഭവം നമ്മളെ ക്ലീൻ ചെയ്ത് കളയും. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് 15:3 ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ ക്ലീൻനെസ് ഉണ്ടാക്കും. രണ്ടാമത്തത് നമ്മളെ വചനം വിനയപ്പെടുക. വചനം സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് വിഷയം. അതായത് വചനം സ്വീകരിക്കുന്ന മുമ്പ് ഉണ്ടാകേണ്ട ഒരു മാനസിക നിലയാണ് ദാസി. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സെർവൻ്റ് ആകണം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സെർവൻ്റ് ആകണം. പക്ഷെ എങ്ങനെ സെർവൻ്റ് ആകണം? അതെപ്പോഴും ഉടമ്പടി വിജയിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടി വചനത്തിൻ്റെ സെർവൻ്റ് ആകണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ വചനത്തിൻ്റെ അടിച്ചു തളിക്കാറിയാക്കി മാറ്റണമേ. അതാണ് സംഭവം. വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണം. കർത്താവ് പറഞ്ഞ വചനം നിറവേറ്റണം. പക്ഷേ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്നൊരു പാക്കേജ് ഉണ്ടാക്കും. നമുക്ക് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ വചനം നിറവേറ്റിയെടുക്കുന്നത്. വചനം നിറവേറ്റും, പക്ഷേ നമ്മളായിരിക്കും അതിനകത്ത് കക്ഷി, കർത്താവായിരിക്കത്തില്ല കക്ഷി. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഒന്നുമില്ലേ കിടക്കണ്ട, 100 രൂപയിലേ പോയുള്ളൂ, അവനെ കൊണ്ട് വല്ല കറണ്ട് ചാർജ് നിങ്ങൾ അടപ്പിക്കാവില്ല നാളെ. അല്ലെ പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ല. വലിയ മോരൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ദാനധർമ്മം ചെയ്യണത്. എന്താണ്? പള്ളിയിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ല, വിളിച്ചോണ്ട് പോകാമല്ല എന്ന്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ അജണ്ട വെച്ച് വചനം നമ്മൾ നിറവേറ്റിയാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് 5:46 നമ്മൾ വായിച്ചത്. എന്താണ്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലത്തിന് എന്തവകാശം ഇല്ല.
അപ്പം ദൈവത്തിൽ നിന്നല്ല പ്രതിഫലം വേണ്ടത്. അതിന് നിത്യത വരെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ഒരു വിഷയമാണ്, നിത്യത വരെ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിഫലം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നിത്യസമ്മാനമാണ്. അത് നിത്യസമ്മാനം നമ്മൾ അർഹമാക്കുന്ന ദൈവമഹത്വമാണ്. മഹത്വത്തെ നമ്മൾ അർഹമാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 5:46 അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് മിനിമം അല്ല എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് തരുന്നൊരു നിർദ്ദേശം തന്നാൽ അതിൻ്റെ പകുതിയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്. ഇപ്പം കൃപാറോയി എന്താ ചെയ്തത്? ഓരോ വീട്ടിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ചെല്ലണമെന്ന് പറയും. ഈ പത്രം കൊടുത്തിട്ട് അവരോട് പറയുന്നതെന്നറിയാമോ? നിങ്ങളിത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം പത്രം വായിക്കാൻ. എന്താ കാര്യം? വചനം പോലെയാണത് പറയണത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇവിടുന്ന് എൻ്റെ പ്രസംഗത്തിൽ വല്ല കാലത്ത് കിട്ടിയിട്ടുണ്ട് അത്. പക്ഷേ അവൾക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവൾ പറയണതാണ്. ആൾക്കാരോട് പറയും അവൾക്ക് കിട്ടിക്കണമെന്ന പരിഹാസമാണ്. പക്ഷേ അവൾ പറയണത് എന്താണ്? ഈ പത്രം ഇനി വായിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വായിക്കണം. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലെന്ന് പറയും. നോൺ ക്രിസ്ത്യൻസൊക്കെ പറയത്തില്ലേ, ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ല. ഉടനെ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അതാണ് പരിശുദ്ധ വരെ എന്ന് പറയണത്. വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവൾ സീരിയസ് ആണെന്ന്, സത്യമാണെന്ന്. അതാണ് സത്യം എന്ന് പറയണത്. നീ വിശ്വസിക്കുന്ന കാര്യത്തെ നീ അനുവർത്തിക്കുമ്പോൾ അതാണ് സത്യവിശ്വാസം എന്ന് പറയണത്. നമ്മുടേത് വേദവിശ്വാസമാണ് പലരുടേതും. സത്യവിശ്വാസമല്ല, അംഗീകരിക്കത്തില്ല ദൈവം. കാരണം ആ സത്യവിശ്വാസത്തിന് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല, അതാണ് സംഭവം. വിശ്വാസം അതിൽ തന്നെ സത്യമാണ്. പക്ഷേ അത് സത്യവിശ്വാസമായി അത് നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് നമ്മുടെ സത്യത്തോടെ അതിൽ ഇടപെടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ മഹത്വത്തിന് 2 ചേരുവകയാണുള്ളത്. എന്താണ്? കൃപയും സത്യവും. യോഹന്നാൻ 1:14 പറയണത് കൃപ മഹത്വത്തിൻ്റെ ചേരുവക എന്താണ്? 2 സംഭവമുണ്ട്. സോഡിയമുണ്ട്, ക്ലോറൈഡും ഉണ്ട്. അല്ലേ? ഉപ്പ് സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. മഹത്വത്തിന് എന്തൊക്കെയുള്ളത്? കൃപയുമുണ്ട്, സത്യവുമുണ്ട്. നമുക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പമ്മം. സത്യസന്ധമായിട്ടല്ല. അതല്ല ഈശോ പറയണത്. ആരാധന പോലും എന്ത് പറയും? യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കുന്നത്. അപ്പോഴെന്ത് വിഷയം, അതായത് നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് നീ പൂർണ്ണമായിട്ട് ഇവിടെ പത്രം കൊടുക്കാനേ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കൃപ എന്താ ചെയ്യണത്? ആ പത്രത്തിന് കൂടെ വിശ്വാസ പ്രമാണം കൂടി ചൊല്ലിയിട്ട് വേണം പത്രം വായിക്കാമെന്ന് പറയും. എന്താണ്? അവർ കർത്താവിൻ്റെ കൃപയിൽ വിശ്വാസത്തിൽ വായിച്ചിട്ട് അഭിഷേകം കിട്ടാൻ വേണ്ടിയാണ്. കാര്യം 100 ഏറ്റവും കുറഞ്ഞ ഒരു 100-120 സാക്ഷ്യമെങ്കിലും കാണും. ഇപ്പം നമ്മൾക്ക് ഉണ്ടാകുന്ന ട്രോളെന്ന് പറയണത് അച്ഛൻ്റെ പ്രഭാഷണത്തിലല്ല ട്രോളല്ല. ട്രോളെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ട്രോൾ എന്താണ്? സാക്ഷ്യത്തിലിട്ടിരിക്കണ ചില ഹെഡിങ്ങിലാണ് ട്രോൾ വന്നിരിക്കണത്, അല്ലേ? ഹെഡിങ് എന്താ വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊരു ഹെഡിങ് കൊടുക്കാം. നമ്മളിവിടെ തന്നെ കൃപാസനത്തിൻ്റെ കുറേ കൃപാസനത്തിനല്ലാത്ത അൺഒഫീഷ്യലായിട്ട് നാട്ടുകാരൻ നടത്തണ കുറേ ചാനലുണ്ട്. സ്വന്തമായിട്ട് ചാനൽ നടത്തുമല്ലോ ആൾക്കാർ. അവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ സാക്ഷ്യം എടുത്തിട്ട് അവരുടെ ഹെഡിങ് കൊടുക്കും. അപ്പോൾ ആ ഹെഡിങ് പലപ്പോഴും സബ്സ്റ്റാൻഡേർഡായി പോകും. നമ്മൾക്ക് നേരെ വിമർശനങ്ങളുണ്ടാക്കുന്ന ഹെഡിങ്ങാണ് വരണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത്. അഥവാ ആരെങ്കിലും സ്വന്തം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കൃപാസനത്തിൻ്റെ ഒരു സ്റ്റഫ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ആ ഹെഡിങ് തന്നെ കൊടുക്കാവൂ. ഞങ്ങളെ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം മാനസാന്തരപ്പെട്ട് ഹിന്ദു മാനസാന്തരപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചവർ സാധനങ്ങളാണ്. അതൊന്നും ആ കൃപാസനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ തേനിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ താഴെ കമൻറ്റ് ചെയ്ത് നോട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃപാസന ആധ്യാത്മികയുടെ ഭാഗമല്ലെന്ന്. ആ തേനിൻ്റെ ഒരു വിഷയം സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചതിനുമേ അത് ഏത് ചാനലിൽ നിന്നാണ് വന്നെന്ന് നോക്കിയിട്ട് ഞാൻ താഴെ ഉടനെ കമൻറ്റ് ചെയ്തു, ദിസ് ഈസ് നോട്ട് ദ സ്പിരിച്വാലിറ്റി ഓഫ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അല്ല ഇത്. ഇങ്ങനെയുള്ള തേനൊഴുകി പാലൊഴുകി അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആധ്യാത്മികതയല്ല. നമുക്ക് ഹെബ്രായർ 6:1 ആധ്യാത്മികത. അതായത് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നമ്മുടെ ലക്ഷ്യം അനുഗ്രഹമല്ല, കൃപയാണ്. കൃപയെ ആർജിക്കാൻ പറ്റിയ മാർഗങ്ങളാണ് ഉടമ്പടി നമുക്ക് നടപ്പിൽ വരുത്തുന്നത്.
പക്ഷേ ഞാനിട്ട കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരത് തന്നെ പിന്നെയും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്നാ പറ്റി? അത് വെച്ചാണ് മറ്റുള്ള ആൾക്കാരെ കൃപാസനത്തിനെ ആക്രമിക്കുന്നത്. കണ്ടില്ലേ? പിശാച് പ്രവർത്തിക്കുന്ന രീതി കണ്ടില്ലേ? അപ്പോൾ സാത്താന് അവസരം കൊടുക്കരുത്. അത് കർത്താവ് പറഞ്ഞ് ശരിയാണ്. നിങ്ങളായിട്ട് അവസരം കൊടുക്കരുത്. 4:27 വായിച്ചേ. ഹെബ്രായ ലേഖനം അല്ല എഫെസ്യൻസ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ എഫെസ്യൻസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് അവസരം കൊടുക്കരുത്. അപ്പം അത് സത്യസന്ധമായ സംഭവം തരുമ്പോൾ നിങ്ങളതിനെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിലാക്കി കഴിയുമ്പോൾ സാത്താൻ അതിന് അവസരമായിട്ട് മാറും. അവരാരെങ്കിലും കൂടി ഞാൻ ഇപ്പോൾ ട്രോളുന്നവരെ ഒന്നും ഞാൻ പറയത്തില്ല. ഐ ആം സോ ഹാപ്പി ടു റിസീവ് ഇറ്റ്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി ആൾക്കാർ കർത്താവിനെ അറിയും. ഏതെങ്കിലും അവർ എതിരെ കൃപാസനത്തിന് പറയുമ്പോഴും അത് കേൾക്കുന്നവർ കൃപാസനം എന്താണെന്ന് നോക്കുമല്ലോ. നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്നത് എന്താണ്? 10,000ങ്ങളുടെ ദൈവാനുഭവങ്ങളല്ലേ കാണുന്നത്. അപ്പോൾ അവരപ്പോൾ വന്നില്ലെങ്കിൽ എപ്പോഴായാലും കൃപാസനത്തിൽ അവർ വരും. അവർക്കൊരു സങ്കടകാലം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇന്ന് ഓടിക്കയറാൻ പറ്റിയ ഒരു മഴയും ഒരു തീക്കാറ്റുമൊക്കെ വന്നാൽ കയറി നിൽക്കാൻ പറ്റിയൊരു ഇടമായി മാതാവിനെ ഉയർത്തിയില്ലേ? കാര്യം എന്താണ്? അമ്മ അതിൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് വിളിച്ചില്ലേ പ്രാർത്ഥിക്കുന്നത് ഓരോ സങ്കട സമയത്തെല്ലാം. കാര്യം എന്താണ്? അവരുടെ സ്പോട്ടിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അമ്മ എത്തിപ്പെടുന്നു. പക്ഷേ അമ്മ എത്തിപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അമ്മ എത്തിപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. 13 എപ്പോഴും പറയണം. 33:14 പുറപ്പാടിൻ്റെ പുസ്തകം. അതുപോലെ ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അമ്മ ഈശോയുടെ നാമത്തിൽ ഈശോയോട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ മധ്യസ്ഥ ഉടമ്പടി ചെയ്യുമ്പോൾ മാതാവ് എവിടെയാണ് നിനക്ക് ആവശ്യം അവിടെ ആ സാന്നിധ്യം അറിയിക്കും. അത് ജോസഫ് നബീൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണത്. ജോസഫ് നബീൻ്റെ സാക്ഷ്യത്തിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇവള് ഈ കൃപാറോയി ഈ വിഷയം എല്ലാം ദൈവത്തിന് മനസ്സിലായില്ലേ? സത്യസന്ധമായിട്ടാണ് ഇവളെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെ വന്നാൽ എന്താ പറ്റുമെന്നറിയാവോ? അത് ഈശോ പറഞ്ഞതാണ്. ഈശോ പറഞ്ഞല്ലോ, അതായത് നിങ്ങളോട് 1 മൈൽ ദൂരെ പോകാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ അതാണ് സംഭവം. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളത് മിനിമൈസ് ചെയ്യരുത്. അതാണ് ഞാൻ കരുണക്കൊന്തയ്ക്കെതിരെ സംസാരിക്കണത്. അതായത് ഒരു അപ്ഡേഷൻസ് സഭയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി റേഞ്ചുള്ളതായിരിക്കണം, അല്ലാതെ ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കരുത്. കരുണക്കൊന്ത എന്ന് പറയുമ്പോൾ കൊന്തയാണ്, പക്ഷെ നിങ്ങളത് നമ്മളുടെ സമ്പൂർണ്ണ ജപമാലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ദാറ്റ് ഇസ് നോൺസെൻസ്. അതായത് സമ്പൂർണ്ണ ജപമാലയില്ലേ, അതിനകത്താണ് രക്ഷാകരമായ ഫുൾ രഹസ്യങ്ങളുള്ളത്. കണ്ണക്കൊന്തയിൽ പാഷൻ മിസ്റ്ററീസ് ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചോദിക്കുന്ന ഒറ്റ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്നുള്ളത് എൻ്റെ അകത്ത്. അപ്പോഴത് സമ്പൂർണ്ണ ജപമാലയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കണ്ണക്കൊന്ത. പക്ഷേ സമ്പൂർണ്ണ ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അങ്ങനെ വന്നാൽ വീണ്ടും സാത്താൻ അവസരമാകും. സഭ ഇത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ ഇത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കരുണക്കൊന്ത തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കരുണക്കൊന്തക്കാരല്ല, ഈ ജപമാല മാറ്റിയിട്ട് കരുണക്കൊന്ത മാത്രമാക്കിയ ആൾക്കാർ ഒന്ന് വീണ്ടും വിചാരം നടത്തേണ്ടതാണ്. ശ്രുതികടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 5:41 ലൂക്ക് മത്തായി ശ്ലീഹാ സുവിശേഷം 5:41. ശ്രുതികടെ ഹല്ലേലൂയ. 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ 1 മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. 2 മൈൽ ദൂരം പോവുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. 1 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും 1/2 മൈലാണ് പോണത്. അതാണ് പ്രശ്നം. ഇപ്പം കൃപാറോയി എന്താ ചെയ്തത്? 10 മാസം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് 3 കെട്ടാക്കി. പിന്നെന്താണ്? വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അവൾ ഉണ്ടാക്കിയതാണ്. അവളുണ്ടാക്കിയ വേറെ കുറേ കാര്യമുണ്ട്. അത് ഒരു ഉടമ്പടി നിലനിൽക്കുമ്പോൾ തന്നെ അവൾ സ്വകാര്യമായി കർത്താവുമായിട്ട് വേറൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ പച്ച പേപ്പർ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ആത്മവിശുദ്ധീകരണത്തിനും പ്രാർത്ഥന ഫലത്തിനും വേണ്ടിയതും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ആ ഉടമ്പടി എന്തുമാത്രം ഹരിച്ച്
ഗുണിച്ചും കൂട്ടിയും കുറച്ചുമൊക്കെയാണ് കൃത്യമായിട്ട് നോക്കണത്. ചിലർ ഉടമ്പടി പത്രം വായിച്ചു പോലും നോക്കത്തില്ല. അതൊക്കെയാണ് ഈ പ്രശ്നം വന്നത്. പക്ഷേ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് ഈ 5:41 വെച്ചാണ്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തോടെ സ്നേഹത്താൽ നിങ്ങളതിൻ്റെ കൂടുതലാണ് ചെയ്യേണ്ടത്, കുറച്ചല്ല ചെയ്യേണ്ടത്, കൂടുതലാണ് ചെയ്യേണ്ടത്. ഇപ്പം നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം അതാണ് ചെയ്യണത്. എന്താണ്? അതായത് എല്ലാ സ്ഥലങ്ങളിലും ഈ മനുഷ്യൻ പോയി തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പരിശുദ്ധ പ്രവർത്തി എക്സാമിനറിന് വരെ കൊടുത്തിട്ടാണ് എക്സാം ഹാളിൽ കയറണത്. എക്സാമിനർ സാറേ ഇത് വായിക്കും, സൂപ്പർ സംഭവമാണ്. ഈശോ ആരാണെന്ന് മനസ്സിലാകുന്ന എക്സാം ക്ലാസ്സിൽ എഴുതാൻ കയറാൻ പോയി രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കയറാൻ പോകുമ്പോൾ എക്സാമിനൊരു പരീക്ഷ പത്രം കൊടുക്കും. അതായത് അഭിഷേകം ധൈര്യമായിരിക്കും മനുഷ്യനെ. അത് വായിക്കുന്നത് ഇപ്പം കൃപാസനം പത്രം എന്തുമാത്രം ഭാഷയിലുണ്ട്. ഇപ്പം ഇറ്റാലിയനുണ്ട് അല്ലേ, ഹിന്ദിയുണ്ട്, മറാഠിയുണ്ട്, തമിഴുണ്ട്, ആന്ധ്ര, പിന്നെ പുതിയ ഭാഷയിലൊക്കെ പത്രം വരാൻ പോകുന്നുണ്ട്. കാരണം ആർക്കെങ്കിലുമൊക്കെ മറ്റു ഭാഷയിലുള്ളവർക്കൊക്കെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെ കൃപാസനം പത്രം ചെയ്യണം തോന്നിയാൽ നിങ്ങൾ പത്രം എടുത്ത് വെച്ച് കറക്റ്റ് ചെയ്ത് DTP ചെയ്ത് ഇങ്ങോട്ട് തരിക. ഞങ്ങൾ വേറെ ഇതിൻ്റെ ഭാഷയുടെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ കറക്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ പോർട്ടുഗീസിലൊക്കെ കൃപാസനം പത്രം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും. കാര്യം ഇത് നമുക്കറിയാവില്ല, സമയം ഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവിൻ്റെ മെസ്സേജാണ് ഇന്ന് ഉടമ്പടിയായി ലോകം മുഴുവനും പ്രചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിൽക്കേണ്ട വിഷയമല്ല. സാർവത്രിക സഭ മാർപ്പാപ്പ ഈ വിഷയം ഏറ്റെടുത്ത് പന്തിഫിക്കൽ കമ്മീഷനെ കൊണ്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കമ്മീഷൻസ് പഠിച്ചിട്ട് റിപ്പോർട്ട് പോകണം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള വലിയ അടയാളങ്ങൾ ദൈവം നമുക്ക് തരണം. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ത്യാഗം അനുഭവിക്കണം, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും കൂടുതൽ ത്യാഗം അനുഭവിക്കണമെന്ന് പറയാൻ കാര്യം ഇതാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മ തന്ന ഉടമ്പടിയുടെ മർമ്മമായ മാതാവിന്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാനും ലോക സമൂഹത്തോട് ദൈവത്തിന്റെ തിരുമനസ് ഈ വർത്തമാന കാലത്തെ തിരുമനസ് വെളിപ്പെടുത്തുവാൻ എന്നെ സ്വർഗത്തിന്റെ തിരുമനസിന്റെ ഉപകരണമാക്കണമേ. എടുത്തു പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് സാക്ഷ്യങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയെ വിശ്വാസത്തോടെ നോക്കി ഒരു നിമിഷം നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങളെ ഇപ്പോൾ അനുസ്മരിക്കേണ്ടതാണ്. ഇപ്പോഴും കാണുന്ന ദർശനം, കർത്താവ് ഒരു നീല ജലാശയം ഇങ്ങനെ സ്ലേറ്റ് പോലെ കിടക്കുന്നതാണ്. അതായത് കർത്താവിൻ്റെ വചനം 23-ാമത്തെ സങ്കീർത്തനമാണ്. ശാന്തമായ ജലാശയത്തിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കും. അത് വാഗ്ദാനമാണ്. അങ്ങനെ 5582 വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നിശ്ചലമായ ജലാശയത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കുമെന്നുള്ളത്. കർത്താവ് നമ്മളെ പ്രശാന്തതയിലേക്ക് നയിക്കും. നിൻ്റെ ഹൃദയത്തെ സമാധാനപ്പെടുത്തും. അലകടൽ പോലെ വ്യത്യസ്തമായ കാരണങ്ങൾക്ക് വേണ്ടി അലതെല്ലുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് ഈ സന്ദേശത്തിൻ്റെ ദൈവിക
മനസ്സ്. കർത്താവേ, ഞങ്ങളെ എക്കാലവും ആശ്വസിപ്പിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ഇപ്പോഴ് ദിവ്യകൃപാനയിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ ജീവിത മണ്ഡലങ്ങളിൽ വ്യക്തമാകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ തിരുമുറിവാർന്ന വലത്തുകരം, അണിപ്പഴുതാറുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും സ്നേഹത്തോടെ സൗഖ്യത്തിനായി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. കർത്താവേ, രോഗികളെ നീ ഏറ്റെടുക്കണമേ. രോഗികളുടെ മേൽ നിന്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. തൊണ്ടയിൽ മുഴയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, ശിരസ്സിന് രക്തോട്ടമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, നടുവലിന് വേദനയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, നടുവലിന് പ്രൊലാപ്സ് ആയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അവിടുത്തെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. നല്ലവനായ ഈശോ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, കരൾ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, ഹൃദയ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, കർത്താവെ, ഉദര രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, എല്ലാ യൂട്രസിലും കർത്താവെ, യൂട്രസ് സിസ്റ്റുള്ളവരെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാധാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, സ്തുതിക്കട്ടെ. കർത്താവേ, വാതരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉള്ളംകാലം അത് ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ മാംസപേശികളിലും, രോഗാതുരമായ എല്ലാ മാംസപേശികളിലും, രക്ത ഞരമ്പുകളിലും, ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ കൈകൾ നീട്ടണമേ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശ്രുതികട്ടെ. വാതരോഗങ്ങള്,
ആന്തരിക അവയവങ്ങളുടെ മുഴുവൻ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ രസകരമായ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ പ്രൈവറ്റായ കാര്യമാണ്. വിശ്വാസം ആപ്ലിക്കേറ്റ് ചെയ്യുന്ന വിധം അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ്. ഒരമ്മയുടെ കുഞ്ഞിൻ്റെ വയറ് കുടൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴ് വൈദ്യശാസ്ത്രം ഏറെക്കുറെ കൈവിട്ട അവസ്ഥയാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. കുഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ സാധ്യതയില്ല. അപ്പം അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉടമ്പടി തൈലം എടുത്തിട്ട് അവരുടെ വയറ്റിൽ യേശുവിൻ്റെ നാമത്തിൽ പേരിട്ടി. എന്ത് ചെയ്തു എന്നല്ല, ആരുടെ പേരിൽ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാര്യം നമുക്ക് രക്ഷയും വിടുതലും ദൈവം നൽകുന്നത് അവൻ്റെ നാമത്തിൽ മാത്രമാണ്. അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണത്. അത് ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് ആണ്. ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. വിശ്വാസത്തെ ആപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതികൾ. കർത്താവ് തന്നെ തുപ്പലുണ്ടാക്കി നാവിൽ തൊട്ടത് നമ്മൾ ബദിരൻ്റെ കാര്യത്തിൽ വായിക്കുന്ന ആപ്ലിക്കേഷൻസാണ്. അത് ഈശോ സ്വതസിദ്ധമായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവ് ഈശോക്ക് തോന്നിച്ച ഒരു ആപ്ലിക്കേഷൻസാണ്. അതെല്ലാം വ്യക്തിപരമായ ആപ്ലിക്കേഷൻസാണ്. ചിലർ കർത്താവിനെ കണ്ടപ്പോൾ മേൽക്കൂര പൊളിച്ച് കളഞ്ഞ് വീടിൻ്റെ അത് കട്ടിലോടുകൂടി രോഗികളെ ഇറക്കി. അതും ഫെയ്ത്ത് ആപ്ലിക്കേഷൻസാണ് അവരുടെ. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അവരുടെ വിശ്വാസം അവൻ കണ്ടെന്നോ. ഒരു വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. അത് സുവിശേഷവിഹിതമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ദൈവം ഇന്നും അത്തരം കാര്യങ്ങൾക്ക് അടയാളം നൽകിക്കൊണ്ട് തന്നെ സാന്നിധ്യം അംഗീകരിക്കുന്നത്, സാന്നിധ്യം സംലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ ആണ് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴേ യേശുനാമത്തിലാണ് നിൽക്കുന്നത്. അവൻ കാലദേശങ്ങൾക്ക് അതീതനായതുകൊണ്ട് ഏത് കാലത്തും ഏത് നാട്ടിലും ജീവിക്കുന്ന ആൾക്കാർ, നിൻ്റെ ബന്ധുക്കൾ സുഖപ്പെടാൻ വേണ്ടി അവരുടെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മരിച്ചുപോയി ഒണേസിമസ് ഈ ലോകത്തില്ലാത്ത ആളാണ്. ഈ ലോകത്തില്ലാത്തവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നത് ബൈബിളിൻ്റെ വിശുദ്ധ പാരമ്പര്യമാണ്. ബൈബിളിൽ മാത്രം നടക്കുന്ന കാര്യമാണത്. ബൈബിളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പലതും. അതുകൊണ്ട് തന്നെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അകലെയിരിക്കുന്ന അന്യരാജ്യങ്ങളിലിരിക്കുന്ന നിൻ്റെ മക്കൾ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിൻ്റെ അവയവത്തെ അവരുടെ അവയവത്തിന് ഉള്ള രോഗത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് യേശുനാമത്തെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. Lord Jesus, pour out your spirit. ഹല്ലേലൂയ. Touch with your fire finger. Soak with the precious blood. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പല സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിവൈഡ് ഓഫ് എനി ഫിസിക്കൽ സപ്പോർട്ടെന്ന്. ഭൗതികമായ യാതൊരു സാധ്യതയുമില്ലാത്തപ്പോഴും കടങ്ങൾ പരിഹരിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ വായിക്കുന്നതാണ് യൂട്യൂബിലെ. ജീവിത മണ്ഡലങ്ങളിൽ സമാധാനവും സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 10-22 വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, 20 വർഷമായിട്ട് മക്കളില്ലാത്തവർ, അവരെല്ലാം ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയണം നമ്മൾ കണ്ടതാണ്.
കല്ലിൽ നിന്ന് എബ്രായ സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവത്തിൻ്റെ കഴിവിലാണ് നമ്മുടെ വിശ്വാസം. മക്കളില്ലാത്തൊരു തങ്ങളുടെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ മക്കൾക്കാണ് മക്കളില്ലെങ്കിലും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഈ സമയത്ത് സ്വന്തം വയറ്റിൽ കൈവച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. അവരുടെ ഗർഭപാത്രത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉള്ള ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വേണ്ടത്ര ശമ്പളം കിട്ടാത്തവരുണ്ട്, ജോലി സംബന്ധമായ എക്സാം പ്രോസസ്സിലിരിക്കുന്നവരുണ്ട്. അവരിപ്പോൾ അടുത്ത അറിയിൽ ഓർക്കുന്നു, പ്രൊഫഷണൽസിനെ ഓർക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ള ഒത്തിരി അനേകായിരം പ്രൊഫഷണൽസ് ഉണ്ട്. ഉടമ്പടിയിൽ ഇരിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ, പരീക്ഷ കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീ എക്സാമിന് കൊടുത്തിട്ടുള്ളവർ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന, കേസിൽ അകപ്പെട്ടു പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീടില്ലാത്തവർ, വീടിന് സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളാൽ ലോണായി പോയിട്ടുള്ളവർ, ജപ്തിയായി പോയിട്ടുള്ളവർ, എല്ലാവരും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിസയ്ക്ക് പോയിട്ട് ജോലി കിട്ടാതെ അലഞ്ഞു നടക്കുന്നവർ, വീട്ടിൽ നിന്ന് പണം അയച്ചു കൊടുത്തിട്ട് ഭക്ഷണത്തിനുള്ള വക കൊടുത്ത് അത്രയും വേദനിച്ച് കഴിയുന്നവർ, മാതാപിതാക്കന്മാർ തമ്മിൽ ഭിന്നതയിൽ അകന്നിരിക്കുന്നവർ, സഫർ ചെയ്യുന്ന മക്കൾ, കുടുംബ ജീവിതം തകർന്നിരിക്കുന്നവർ, കുടുംബ കോടതിയിലൊക്കെ അലഞ്ഞു നടക്കുന്നവർ, ദൈവികമായ പദ്ധതിക്ക് എതിരെ നിൽക്കുന്നവർ, അവരെല്ലാവരും ഈ സമയത്ത് കർത്തൃദിവസത്തിന് സമർപ്പിക്കുന്ന ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവരെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ ജീവിത മണ്ഡലങ്ങളിലേക്കും ജീവിത വിളികളിലേക്ക് പറഞ്ഞയക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, ഒരു ബന്ധുവിനെ പോലും സ്വന്തം വീട്ടിലോട്ട് വിളിക്കാൻ പറ്റാതെ അത്രയ്ക്ക് അരാജകത്വത്തിൽ വിഷമിക്കുന്നവരെ, തെറ്റായ പ്രണയബന്ധങ്ങൾ കുടുങ്ങിപ്പോയ മക്കൾ, അവിടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സുഖപ്പെടുത്തി മാതാപിതാക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട മക്കൾ, തെറ്റായ പ്രണയങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ, മയക്കുമരുന്നിൽ കുടുങ്ങിപ്പോയ മക്കളെ കർത്താവ് വിടുവിച്ച് നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാൻ പോകുന്ന സമയമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, Lord, and peace His Spirit, and with the authority of the Catholic Church, with the power of Jesus Christ, with the meritorious of Holy Spirit, I bind and bound all the sickness in the name of Jesus Christ of the Lord, who is coming to judge both the living and the dead with fire. Amen. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദത്തിന് സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഹല്ലേലൂയ 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 ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തണമേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ശക്തി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും നിറയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,